ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉടനെന്ന പ്രധാനമന്ത്രി. ജമ്മുകശ്മീർ മാറ്റത്തിന്റെ പാതയിലാണ്. IIMകളും IITകളും കശ്മീരിൽ വരാനിരിക്കുകയാണ്. ജമ്മുകശ്മീരിനെ പിന്നോട്ടടിച്ചത് കുടുംബാധിപത്യ പാർട്ടികളാണ്. ജമ്മുകശ്മീരിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉധംപൂരിൽ BJP റാലിക്കിടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. इन परिवार चलित पार्टियों ने, परिवार के द्वारा ही चलने वाली पार्टियों ने जम्मू कश्मीर का जितना नुकसान किया उतना नुकसान किसी ने नहीं किया है। यहाँ तो पॉलिटिकल पार्टियां मतलब ऑफ द फैमिली, बाय द फैमिली, फॉर द फैमिली, और ऐसा भ्रम बना के रखा था कि बस उनकी जिंदगी ये 370 है तभी बचेगी। ऐसा झूठ चलाया, ऐसा झूठ चलाया। आपके आशीर्वाद से मोदी ने 370 की दीवार गिरा दी। और हमने इन्हीं लोगों से कहा कि एक दिन आएगा जब रामलला भव्य मंदिर में विराजेंगे। 500 साल के अविरत संघर्ष के बाद ये हुआ है। ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. ഗൗതം, മാറ്റത്തിൻ്റെ ഒരു പാതയിലൂടെയാണ് കശ്മീർ കടന്നു പോകുന്നതെന്ന് പറയുമ്പോഴും സംസ്ഥാന പദവി ഉടൻ എന്ന നിർണായകമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി ഉധംപൂരിൽ BJP റാലിക്കിടെ സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രജനി, ഉധംപൂരിലെ BJP സ്ഥാനാർത്ഥി ജിതേന്ദ്ര സിംഗ്, അതോടൊപ്പം തന്നെ ജമ്മുവിലെ BJP സ്ഥാനാർത്ഥി ജുവൽ കിഷോർ ശർമ്മ എന്നീ രണ്ട് BJP സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി ഇന്ന് ജമ്മു കശ്മീരിൽ എത്തിയത്. ഉധംപൂരിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. ജമ്മു കശ്മീരിൻ്റെ പൂർവ്വകാല ചരിത്രവും അവിടെ കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും PDPയുടെയും ഒക്കെ ഭരണകാലത്ത് സൈന്യത്തിനെതിരെ വിഘടനവാദികൾ നടത്തിയ കല്ലേറും ആ കാലഘട്ടങ്ങളിൽ എത്രത്തോളം ദുസ്സഹമായിരുന്നു ജമ്മു കശ്മീരിൻ്റെ സാഹചര്യം എന്നതെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. ഒപ്പം കഴിഞ്ഞ 2019 ഓഗസ്റ്റ് 5-ന് കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ഈ സർക്കാർ എടുത്തു കളഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഒരു നയാ കശ്മീർ രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഭീകരവാദവും വിഘടനവാദവും പത്തിവിടർത്തി ആടിയ താഴ്വര എങ്ങനെ ജനാധിപത്യത്തിലേക്ക് മടങ്ങിയെത്തുന്നു, അവിടെ എത്രത്തോളം വികസനം ഇന്ന് നടക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം കോൺഗ്രസിനെ അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ആർട്ടിക്കിൾ 370 ജമ്മു കശ്മീരിൽ പുനഃസ്ഥാപിക്കുമെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന ഒരു വെല്ലുവിളി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. കാരണം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി ശ്രീനഗറിലെത്തുമ്പോൾ ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിവസം ഇദ്ദേഹം ശ്രീനഗറിൽ സംസാരിക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരുമെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ അടുത്തിടെ പുറത്തിറക്കിയ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഇക്കാര്യം പറയുന്നില്ല. കാരണം കശ്മീരിലെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ആർട്ടിക്കിൾ 370 ഇനിയും വേണ്ട എന്നൊരു വികാരം വളരെ ശക്തമാകുന്നുണ്ട്. ഇക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വെല്ലുവിളി കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെതിരെ ഉയർത്തിയത്. ഒപ്പം ജമ്മു കശ്മീരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തു. 500 വർഷത്തെ ഐതിഹാസികമായ പോരാട്ടത്തിൻ്റെ ഫലമാണ് അയോധ്യയിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഭവ്യമായ രാമക്ഷേത്രം. ഒപ്പം അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചത്, കോൺഗ്രസ് ഭരണകാലത്ത് നേതാക്കൾ വലിയ ബംഗ്ലാവുകളിൽ കഴിയുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ്റെ പവിത്രമായ വിഗ്രഹം ചോർന്നൊലിച്ച ഒരു ടെൻറ്റിനകത്താണ് ഇരുന്നത് എന്ന വിമർശനം ജമ്മു കശ്മീരിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ നടത്തി. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും PDPയും തുടങ്ങിയ കുടുംബാധിപത്യ പാർട്ടികളാണ് ജമ്മു കാശ്മീരിനെ ഏറെക്കാലം പിന്നോട്ടടിച്ചത് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉധംപൂരിൽ BJP റാലിയെ അഭിസംബോധന ചെയ്തത്. ശരി, ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി ഉടൻ ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് പിറകെയും ഉണ്ടാകുമെന്ന നിർണായകമായ പ്രഖ്യാപനങ്ങൾ തന്നെയായിരുന്നു ഇന്ന് ഉധംപൂരിൽ നടന്ന BJP റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.